എല്ലാവർക്കും നമസ്കാരം. വേൾഡൂസിൻ്റെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് 4 BHK വീട് നോക്കുന്നവർക്കാണെങ്കിൽ പുതുതായിട്ട് പണി കഴിഞ്ഞ ഈ ഒരു വീട് നിങ്ങൾക്കുള്ളതാണ്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് പുളിയറക്കോണം കാവിൻപുറം മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയാണ് നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെൻറ്റിൽ 2350 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 BHK ആണ്. 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. വീടിൻ്റെ മുറ്റത്ത് നമുക്ക് 2 വാഹനം വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയ വരുന്നുണ്ട്. കുടിവെള്ളത്തിന് നമുക്കിവിടെ കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗാർഡൻ വർക്ക് ചെയ്യാനുള്ള സ്പേസ് വരുന്നുണ്ട്. ഒരു കവേർഡ് കാർ പോർച്ചും വരുന്നുണ്ട്. നമുക്കൊരു ഓപ്പൺ സ്പേസിൽ ഇവിടെ നമുക്കൊരു കാർ ഇടാൻ പറ്റുന്ന സ്പേസ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഒരു ഇലക്ട്രിക് വാഹനം ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള പോയിന്റ് വരുന്നുണ്ട്. വീടിൻ്റെ മൂന്ന് ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററും എയർപോർട്ട് പോകാൻ 16 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. വീട് ചുറ്റുള്ള ഒരു കണ്ടംപററി ഡിസൈനിലാണ് 3 കളർ കോമ്പിനേഷനിലാണ് നമുക്കിവിടെ പെയിൻറ്റിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. വീട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ വുഡെല്ലാം വന്നിട്ട് നമുക്ക് പ്ലാവാണ്. ഇവിടെ നമുക്ക് സ്ലൈഡിങ് ഗേറ്റും ഒരു ഫോൾഡിങ് ഗേറ്റും വരുന്നുണ്ട്. മുറ്റത്താണ് കിണർ വരുന്നത്. വാട്ടർ അതോറിറ്റിയുടെ ലൈൻ കണക്ഷനും വരുന്നുണ്ട്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ ആർട്ടിക്കിൾ ഗ്രാസ് വരുന്നുണ്ട്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ആണ് നമ്മുടെ കണക്ഷൻ വന്നിട്ട്. ഈ കാണുന്നത് നമ്മുടെ കാർ പോർച്ച് ഏരിയ. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഈ കാണുന്നതിന് നമ്മുടെ സിറ്റ് ഔട്ടിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ജനലും ഡോറെല്ലാം നമുക്ക് പ്ലാവാണ് വരുന്നത്. ഇത് നമ്മുടെ ക്ലിയർ പോളിഷ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഹാള്. ഇവിടെ നമുക്ക് ലിവിങ് ഏരിയ, ഡൈനിങ്ങിൻ്റെ ഏരിയ നമുക്കിവിടെ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ലിവിങ് ഏരിയയിലും ഡൈനിങ്ങിൻ്റെ ഏരിയയിലൊക്കെ നമുക്കിവിടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് സീലിംഗ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റുകൾ വരുന്നുണ്ട്. വലിയൊരു TV യൂണിറ്റിൻ്റെ ഏരിയയാണ് ഇവിടെ വരുന്നത്. എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റും. ഇതിൽ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് സ്റ്റോറേജിന് വേണ്ടി കബോർഡ് വർക്ക് നമുക്ക് ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 റാക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇല്ല ഫോട്ടോസോ ഫ്ലവറോ എന്തെങ്കിലും നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അകത്തെ കളറൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ലൈറ്റ് കളറാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1 ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം, അങ്ങനെ മൊത്തം നമുക്കിവിടെ 4 ബെഡ്റൂമാണ് വരുന്നത്. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്കിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ടെയിൽ വന്നിട്ട് 4 ഗ്രണ്ടിൻ്റെ വെട്രിഫൈഡ് ടെയിലാണ്. ഇത് നമ്മുടെ അപ്പോസി വർക്ക് വരുന്നുണ്ട്. വയറിങ്ങിന് ഉപയോഗിച്ചിരിക്കുന്ന V ഗാർഡാണ്. സ്വിച്ച് എല്ലാം വന്നിട്ട് നമ്മുടെ V ഗാർഡാണ് വരുന്നത്. ഈ കാണുന്ന സ്പേസിൽ നമുക്കൊരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് വരുന്നത്. ഈ സ്റ്റെയറിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. 3 പാളിയുടെ കബോർഡ് വർക്കാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. TV യൂണിറ്റിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസ് വന്നിട്ട്. ഈ കാണുന്നതിന് നമ്മുടെ ഡൈനിങ്ങിൻ്റെ സ്പേസ് വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാൻ പറ്റിയ വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ സ്പേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടേക്ക് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 87 ലക്ഷം രൂപയാണ്. നമുക്ക് നെഗോഷ്യബിൾ പ്രൈസാണ്. ഈ കാണുന്നത് നമ്മുടെ വാഷ് ബേസിൻ. ഇവിടെ ഫിറ്റിങ്സ് ഉപയോഗിക്കുന്ന സെറയാണ്. ഇതിൽ നമുക്ക് സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. കിച്ചണും വർക്ക് ഏരിയയും വരുന്നുണ്ട്. കിച്ചണിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഹോബ് വരുന്നുണ്ട്. ഫിറ്റിങ്സിനൊക്കെ ഉപയോഗിക്കുന്ന ബ്രാൻഡ് ഫിറ്റിങ്സ് ആണ്. സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. കിച്ചണിൽ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. വാളിലൊക്കെ നമുക്ക് ടെയിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ അപ്പോസി വർക്ക് വരുന്നുണ്ട്. ഫ്ലോറിൽ നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ഇവിടെ നമുക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ള 1 കളർ കോമ്പിനേഷനിലാണ് നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിലും വർക്ക് ഏരിയയിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഈ കാണുന്ന സ്പേസിലാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെയാണ് നമ്മുടെ വർക്ക് ഏരിയ.
വർക്ക് ഏരിയയിലും വലിയ രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിലും നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ഈ ഷെയ്ഡിന്റെ മേളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ്. ഈ കാണുന്നതാണ് വീടിന്റെ ബാക്ക് സൈഡ്. ബാക്കിലാണ് നനകല്ല് വരുന്നത്. വീടിന്റെ മൂന്ന് ചുറ്റും അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഹാളിൽ നിന്ന് വരുന്ന ഫസ്റ്റത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 15x11 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്, ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെന്റർ ചുവരിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിലും AC പോയിന്റും 4 വാഷ്റൂമിലും നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. ബെഡ്റൂമിലെ കബോർഡ് വർക്ക് വന്നിട്ട് 6 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. ഇത് നമുക്ക് വലിയ രീതിയിലാണ് സ്റ്റോറേജ് വരുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കബോർഡ് വർക്ക് വന്നിട്ട്. അത്യാവശ്യം വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. സ്റ്റോറേജിനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തൊരു വീടാണിത്. ഈ കാണുന്നതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് നമുക്ക് വലിയൊരു വാഷ്റൂമാണ്. വാഷ്റൂമിലെ ഫിറ്റിംഗ്സിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് സെറയാണ് വരുന്നത്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോർ ആയിരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അകത്തെ ഡോറുകളെല്ലാം നമുക്ക് പോളിഷ് ആണ് ചെയ്തിട്ടുള്ളത്. നല്ല ക്ലിയർ പോളിഷ് ചെയ്തിട്ടുണ്ട്. പ്ലാവാണ് വരുന്നത്. അടുത്ത ഹാളിൽ നിന്നും വരുന്ന ഫസ്റ്റ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്. സ്റ്റെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് ടെയിൽ, നല്ല വുഡിന്റെ ഡിസൈൻ വന്ന നല്ല മാറ്റ് ടെയിൽ, നല്ല ഗ്രിപ്പുള്ള ടെയിലാണ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഹാൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിന്റും വുഡിന്റെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന സെന്റർ ചെവിലിൽ വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ പർഹോള വരുന്നുണ്ട്, വലിയൊരു പർഹോള വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാൾ വന്നിട്ട്. ഇത് നമുക്ക് വലിയൊരു ഹാളാണ്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു TV യൂണിറ്റിന്റെ ഏരിയ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. സീലിംഗിൽ സ്പോട്ട് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ്. ഇവിടെയാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വന്നിട്ട്. ഇവിടെ ഇഷ്ടംപോലെ പവർ പ്ലഗ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അഡീഷണൽ കമ്പ്യൂട്ടർ സ്റ്റാൻഡോ എന്തുകൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. മിക്കയിടത്തും നമുക്ക് പവർ പോയിന്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 16x11 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 6 പാളി താഴെ കണ്ട അതേ മെത്തേഡിൽ തന്നെ ഇവിടെ നമ്മൾ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെന്റർ ചുവരിൽ നമുക്ക് വലിയൊരു ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നതാണ്. ഇത് നമ്മുടെ താഴെ കണ്ട അതേ മെത്തേഡിൽ തന്നെയാണ് ഈ കബോർഡ് വർക്കും ചെയ്തിട്ടുള്ളത്. വലിയ രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. നമ്മുടെ ഈ വാഷ്റൂമും വലിയൊരു വാഷ്റൂമാണ്. ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. വാഷ്റൂമിലെ ഡോറിൽ നല്ല ക്വാളിറ്റിയുള്ള ഡോറാണ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന സെന്റർ ചെവിലിൽ നമുക്ക് ഒരു വലിയ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഷെയ്ഡിന്റെ മേഖലയിൽ നമുക്ക് അത്യാവശ്യം ചെറിയ സ്റ്റോറേജ് വരുന്നതാണ്. ഇവിടെ 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കും വരുന്നുണ്ട്. ഈ വീടിരിക്കുന്ന ഒരു സൈലന്റ് ഏരിയയ്ക്ക് എത്താണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 300 മീറ്റർ മാത്രം മാറിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നത് നമ്മുടെ അറ്റാച്ച്ഡ് വാഷ്റൂം. ഇത് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സ് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമ്മുടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത് നമുക്ക് ഹാളിൽ നിന്നും വരുന്ന 4ാമത്തെ ബെഡ്റൂമാണ്. ഈ കാണുന്നതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, സെന്റർ ചുവരിൽ ടെസ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു പാനൽ വർക്ക്. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജും വരുന്നുണ്ട്. ഷെയ്ഡിന്റെ മേളിലായിട്ടൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ കബോർഡ് വർക്ക് വരുന്നുണ്ട്. 2 പാളിയുടെ കബോർഡ് വർക്കാണ്. 2 പാളിയുടെ വലിയൊരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നതാണ്. ഇവിടെ അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇത് വലിയൊരു വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിംഗ്സിന് ഉപയോഗിച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത ഹാളിൽ നിന്നും വരുന്നത് നമുക്ക് ബാൽക്കണിയാണ്.
ഈ ഹാളിൻ്റെ ഈ മൂലയ്ക്കായിട്ട് നമുക്ക് ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വീടിരിക്കുന്ന നല്ല നിരന്ന സൈറ്റിലാണ്, ഉറച്ച മണ്ണാണ്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ബാൽക്കണി. ബാൽക്കണിയിൽ നമുക്ക് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോൾ ലൈറ്റ്, ഫാൻസി ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹാൻഡിൽ വെക്കിയിരിക്കുന്ന ജിയോ പൈപ്പിൽ മാറ്റ് ബ്ലാക്ക് പെയിൻറ്റും വൈറ്റ് കളർ പെയിൻറ്റുമാണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓടും ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ബാൽക്കണിയുടെ സൈസ് വന്നിട്ട് 13x12 ബാൽക്കണിയുടെ സൈസ് വന്നിട്ട്. ഈ സൈഡിൽ കൂടിയാണ് നമുക്ക് ടെറസിലോട്ട് വന്ന സ്റ്റെയർ വന്നിട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ടെറസ്. ടെറസിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. വലിയൊരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ വലിയൊരു ടെറസാണ്. ഈ വീടിൻ്റെ ബാക്കിൽ കാണുന്ന വില്ല കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ വീടും സോൾഡ് ആയാണ്. എല്ലാ വീട്ടിലും ആൾ താമസം വരുന്നുണ്ട്. ടാങ്ക് വന്നിട്ട് 1000 ലിറ്ററിൻ്റെ 2 വലിയ ടാങ്കാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽ. ഈ വീടിരിക്കുന്ന നമ്മുടെ തിരുവനന്തപുരത്ത് പുളിയറക്കോണത്ത് കാവുംപുറത്ത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 300 മീറ്റർ മാത്രം മാറിയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ വീട് ലാൻഡ് ചെയ്യുന്ന 4 സെൻറ്റിൽ 2350 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ്. 4 ബെഡ്റൂമാണ്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. ഈ വീട് ചുറ്റുള്ള വാസ്തു ബേസിലായിട്ടാണ് പടിഞ്ഞാറ് ദർശനമാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണർ വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 87 ലക്ഷം രൂപയാണ്. ഇത് നമുക്ക് നെഗോഷ്യബിൾ പ്രൈസാണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 11 കിലോമീറ്ററും എയർപോർട്ട് 16 കിലോമീറ്ററും മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് മെയിൻ ബസ് റൂട്ടിൽ പോകാൻ 300 മീറ്റർ മാത്രമാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത്. എല്ലാ റൂട്ടിലോട്ടുള്ള ബസ് ലഭിക്കുന്നതിന്. ഈ വില്ല കമ്മ്യൂണിറ്റിക്ക് അത് പ്ലാസ്റ്റിക് വേസ്റ്റ് എടുക്കാൻ ഹരിതസേനയിൽ നിന്ന് ആൾ വരുന്നുണ്ട്. ഫുഡ് വേസ്റ്റ് എടുക്കാൻ ഫാമിൽ നിന്നും ആൾ വരുന്നുണ്ട്. ഈ വില്ലയ്ക്കകത്ത് പാല്, പച്ചക്കറി, ഫിഷ്, വെജിറ്റബിൾസ്, പത്രം എല്ലാം തന്നെ ഇവിടെ കൊണ്ടുവരുന്നതിന്. കൂടുതൽ ഡീറ്റെയിലോ കാര്യങ്ങളോ അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഈ വീടിൻ്റെ ബാക്കി ഡീറ്റെയിലോ ഈ വീട് കാണുന്നോ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. ഈ ഒരു 87 ലക്ഷം രൂപയുടെ വീട് കാണാൻ വരുന്നതിൻ്റെ കൂടെ തന്നെ വേറെ നമുക്ക് 5 സെൻറ്റിൽ 4 ബെഡ്റൂമിൻ്റെ വീട് 85 ലക്ഷം രൂപയ്ക്കുണ്ട്, 80 ലക്ഷം രൂപയ്ക്കുണ്ട്. പല റേറ്റിന് വരുന്ന വീടുകൾ നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് വരുന്നുണ്ട്. തിരുമല ഭാഗത്തൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ വീട് നമുക്ക് കൊടുക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ വീട് കാണാൻ വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ വരുന്ന ബഡ്ജറ്റിലും ഇതിൻ്റെ കുറഞ്ഞ ബഡ്ജറ്റിലും ഇതിൻ്റെ കൂടിയ ബഡ്ജറ്റിലായിരുന്നാലും വീടുകൾ കാണാൻ പറ്റും. അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കല്ലേ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെങ്കിൽ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്തെന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റ് കാണുമ്പോൾ എല്ലാവർക്കും ബൈ.